അലിയുടെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ഒരു സമഗ്ര ചിത്രം എന്നതാണ് ഈ പോഡ്കാസ്റ്റ്. ഒരു വിദ്യാർത്ഥി സംവരണ നിയമത്തിലെ ഒരു വകുപ്പിനെതിരെയുള്ള ഒരു വിദ്യാർത്ഥി സമരമായി തുടങ്ങി ആ, രാജ്യവ്യാപകമായി വലിയ പ്രതിരോധ സമരമായി പ്രക്ഷോഭമായി വളർന്ന് വളർന്ന ഒരു സാമൂഹ്യ സമരത്തിൻ്റെ ആദ്യ ഘട്ടം അവസാനിച്ചിരിക്കുന്ന സമയങ്ങളിലാണ് ആ, നാം ഈ പോഡ്കാസ്റ്റ് നടത്തുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം അവർ നാടുവിട്ടു. ഈ പോഡ്കാസ്റ്റിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡൽഹിയിലെ ജാമിയ മിലിയ സർവകലാശാലയിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മാത്യു ജോസഫ് സി ആണ്. ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ശ്രോതാക്കൾക്ക് സുപരിചിതനാണ് ഡോക്ടർ മാത്യു ജോസഫ്. സ്വാഗതം പ്രൊഫസർ മാത്യു ജോസഫ് ദില്ലി ദാലിയിലേക്ക് ഒരിക്കൽ കൂടി. താങ്ക് യു ഗോപാലകൃഷ്ണൻ. ഇത്രമാത്രം ജനരോഷം, ഈ ജനരോഷം അവിടെ ഉണ്ടായിരുന്നതാണോ അതോ 2-3 മാസങ്ങൾക്കകം പെട്ടെന്ന് വളർന്നു വന്നതാണോ? ഇത്രമാത്രം ജനരോഷം ഉണ്ടായിരുന്നോ ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ? ജനരോഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി തുടർച്ചയായി ഭരിക്കുന്ന ഒരു ഭരണാധികാരി, വളരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരിക്കുന്ന ഒരു ഭരണാധികാരി, ജനാധിപത്യ അവകാശങ്ങളെ വേണ്ടവണ്ണം ബഹുമാനിക്കാത്ത ഒരു ഭരണാധികാരി, പ്രതിപക്ഷത്തെ കാര്യമായി പരിഗണിക്കാത്ത ഭരണാധികാരി എന്നിങ്ങനെയുള്ള നിലകളിൽ ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട് അവിടെ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, കഴിഞ്ഞ ജനുവരി മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവര് വിജയിക്കുമ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് നീതിപൂർവകമായിരുന്നില്ല എന്ന നിലയിലാണ് പാശ്ചാത്യ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരും അതേപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ പൊതുവെ 3-4 ലോക രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവയിൽ ജനാധിപത്യത്തിന്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ പൊലിപ്പിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെ ബംഗ്ലാദേശിലെ ഈ ഹസീനയുടെ 3ാമത്തെ വട്ടമുള്ള തെരഞ്ഞെടുപ്പിൽ അവരെ അധികാരത്തിലെത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായിരുന്നില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായി കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ, തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അതേപോലെ അവിടുത്തെ ഇക്കോണമിയെ അത് ബാധിച്ച രീതി, ഇതെല്ലാം ഒരുപക്ഷെ ജനരോഷത്തിന് അടിസ്ഥാനമായിട്ടുണ്ടാകാം. പക്ഷെ അത് മാത്രമല്ല ഈ ഇത്രയും വയലന്റ് ആയിട്ടുള്ള, ഇത്രയും അക്രമ സ്വഭാവമുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹസീനയ്ക്ക് കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണ, അന്താരാഷ്ട്ര തലത്തിൽ പല മേഖലകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണ ഇല്ലാതാകുന്നു എന്നുകൂടി ബോധ്യപ്പെട്ട ശക്തികളാണ് ഹസീനയ്ക്കെതിരായി, അവാമി ലീഗിനെതിരായി നിലനിൽക്കുന്ന ശക്തികളാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണവും കോർഡിനേഷനും ഈ സമരത്തിന്റെ പിന്നിലുണ്ട്. അതല്ലാതെ ഒരു പരിപൂർണമായ സ്വാഭാവിക പ്രക്ഷോഭമായി ഇതിനെ കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ലോക ശക്തികൾ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഏതൊക്കെയായിരുന്നു? അവരിൽ ആരൊക്കെയായിട്ടുള്ള ബന്ധമാണ് പ്രക്ഷീണമായത്? അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചും അതുപോലെ ഈ മേഖലയിലെ ഇന്ത്യയുടെ ഒരു നിലനിൽപ്പിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ഒക്കെ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ നൽകുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഹസീനയ്ക്ക് പരിപൂർണമായ പിന്തുണയാണ് ഇന്ത്യ നൽകിയിരുന്നത്. അത് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അങ്ങനെ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത്. അത് എൻ.ഡി.എ ഗവൺമെന്റ് ആയാലും UPA ഗവൺമെന്റ് ആയാലും ഹസീനയ്ക്ക് പിന്തുണ നൽകുക എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ ചൈന അവർക്ക് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ബംഗ്ലാദേശിനെ ചൈനയ്ക്ക് അനുകൂലമാക്കി മാറ്റാൻ സാമ്പത്തികമായ സഹായമടക്കം ചെയ്യുന്ന വഴി കഴിയുമെന്നും, അങ്ങനെ ചെയ്താൽ ദക്ഷിണേഷ്യ മേഖലയിൽ ഇന്ത്യക്ക് ഒരു കൃത്യമായ ഒരു ബദലായി ഉയർന്നു വരുന്ന ചൈന സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു സഖ്യത്തിലേക്ക് ബംഗ്ലാദേശിനെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ള അവരുടെ വിശ്വാസം. ഇപ്പം ഉദാഹരണത്തിന് ശ്രീലങ്കയുടെയും മാലദ്വീപിന്റെയും ഒക്കെ ചരിത്രം അവരുടെ മുന്നിലുണ്ടല്ലോ. അപ്പൊ അത് ആ നിലയിലാണ് ചൈന അതിനെ കരുതുന്നത്. പക്ഷെ ഹസീന അതിബുദ്ധിമതിയായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ചൈനയുമായും ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ ചൈനയുമായും മെച്ചപ്പെട്ട ബന്ധം നിലനിർത്താൻ അവർ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഈ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പിന്തുണ അവർക്കുണ്ടായിരുന്നു. പിന്നെ ബംഗ്ലാദേശിന്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജനാധിപത്യ
പ്രസ്ഥാനത്തിന് സ്വാഭാവിക നേതൃത്വം അവാമി ലീഗിനാണ് എന്ന് വിശ്വസിച്ചിരുന്ന പാശ്ചാത്യ ലോകവും ആദ്യഘട്ടത്തിൽ വളരെ കൃത്യമായി ഹസീനയെ പിന്തുണച്ചിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന ആ പിന്തുണ പിന്നീട് കാലം കഴിയുന്നതോടുകൂടി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അവരുടെ ആ ഒരു സാധുത, ഒരു ലെജിറ്റിമസി, അവർക്ക് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ രംഗത്തും അതേപോലെ വൈദേശിക ബന്ധങ്ങളിലും അവർക്കുണ്ടായിരുന്ന ഒരു സാധുത, ഒരു ലെജിറ്റിമസി നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു ധാരണ വളരുന്നതോടുകൂടിയാണ് അവർക്കെതിരായിട്ടുള്ള ഈ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നു വരുന്നത് എന്ന് കാണാൻ കഴിയും. ഞാൻ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഇന്ന് രാവിലെ ട്വിറ്ററിൽ ഇട്ടിരുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അപ്പോൾ അദ്ദേഹം ഡാക്കയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഉന്നത ജനാധിപത്യ സംസ്കാരവും ജനാധിപത്യ മൂല്യവും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ അപേക്ഷിച്ച്. അതുകൊണ്ട് ഈ പ്രക്ഷോഭം മൂലം സിവിൽ സൊസൈറ്റിയുടെ ഭരണമോ പൗരസമൂഹത്തിൻ്റെ ശക്തിയോ ജനാധിപത്യത്തിന് ക്ഷീണം വരികയോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഒരു രണ്ടാമത്തെ സ്വാതന്ത്ര്യദിനം പോലെയാണ് ചെറുപ്പക്കാർ കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരു രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയകരമായ പരിസമാപ്തി എന്ന നിലയിൽ അവർ കാണുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി നടന്ന സമരങ്ങൾ, ആ സമരങ്ങളിൽ മുജിബുർ റഹ്മാനും അവാമി ലീഗും അതുപോലുള്ള മറ്റ് ശക്തികളും നടത്തിയ വളരെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ, അവരുടെ സമരം, ഈ ഒരു നറേറ്റീവ്, അതായത് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലും പാകിസ്ഥാന്റെ അമിതാധികാര പ്രവണതയിൽ നിന്നും അടിച്ചമർത്തൽ നയങ്ങളിൽ നിന്നും ഒരു പ്രദേശത്തെ ആകെ വിമോചിപ്പിക്കാൻ അവർ നടത്തിയ ത്യാഗോജ്വലമായ സമരത്തിന്റെ ഒരു നറേറ്റീവ്, ആ നറേറ്റീവിനെ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് നമുക്ക് ഈ ഒരു സമരത്തിന്റെ ഘട്ടത്തിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഹസീന രാജ്യം വിട്ടു എന്ന് അറിയുമ്പോൾ ഉടൻ തന്നെ അവരുടെ ഔദ്യോഗിക വസതി കയ്യേറുന്നതും, അതുപോലെ രാജ്യത്താകമാനമുള്ള മുജിബുർ റഹ്മാന്റെ പ്രതിമകൾ ഒരു നേരത്തെ പ്രോഗ്രാം ചെയ്ത രീതിയിൽ എന്നതുപോലെ അത് പരിപൂർണമായി നശിപ്പിക്കുന്നതുമൊക്കെയുള്ള കാഴ്ച സത്യത്തിൽ അത് ഒരു സ്വാഭാവിക പ്രതികരണമാണെന്നൊരു തോന്നൽ ഇനിയിൽ ഉണ്ടാക്കിയില്ല. മറിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച്, ബംഗ്ലാദേശിൽ നിലവിൽ വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ഒക്കെ ഉള്ള ഒരു നെറേറ്റീവിനെ, അതായത് ഒരു സെക്കുലർ നാഷണലിസത്തിന്റെ, ബംഗ്ലാദേശി നാഷണലിസം ഒരു സെക്കുലർ നാഷണലിസം ആണ് എന്നുള്ള ആ നെറേറ്റീവിനെ പരിപൂർണമായി തിരസ്കരിക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമം അതിന്റെ പിന്നിലുണ്ട് എന്ന് കാണാൻ വലിയ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പൗരസമൂഹ പ്രസ്ഥാനമാണ് ഇതെന്ന് പറയുമ്പോഴും അതിലും ഒരു ചോദ്യം ഉള്ളടങ്ങിയിട്ടുണ്ട്. പൗരസമൂഹ പ്രസ്ഥാനങ്ങൾ ഇത്രയും അക്രമ സ്വഭാവമുള്ള സമരങ്ങൾ കൈകാര്യം ചെയ്യുമോ, ഇനിഷ്യേറ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അൺസിവിൽ സൊസൈറ്റി എന്ന തരത്തിൽ തന്നെ ഒരു പരികൽപ്പന ഇന്ന് നിലവിലുണ്ട്. സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായി വയലൻസിലേക്ക് നീങ്ങിയാൽ, അക്രമം അവരുടെ ഒരു രാഷ്ട്രീയ ആയുധമായി പുറത്തെടുത്തു കഴിഞ്ഞാൽ അതൊരു പൗരസമൂഹ പ്രസ്ഥാനമായി അല്ലെങ്കിൽ പൗരസമൂഹ മൂവ്മെന്റായി അതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പൗരസമൂഹങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുത. അത് പരിഗണിക്കുമ്പോൾ നിശ്ചയമായും ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന സമരം, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ആ കലാപം പൗരസമൂഹ സമരമായി കാണാൻ യാതൊരു തരത്തിലും കഴിയുമെന്ന് തോന്നുന്നില്ല. അതിന് പിന്നിൽ വളരെ വ്യക്തമായ ആസൂത്രണമുണ്ട് എന്നുള്ളത് ഉറപ്പായ സംഗതിയാണ്. കാരണം ജൂലൈ മാസം 10-ാം തീയതി ഷെയ്ഖ് ഹസീന ചൈനയിലെത്തുകയും ചൈനയുമായുള്ള സംഭാഷണങ്ങളിൽ, ചൈനീസ് രാഷ്ട്രീയ നേതൃത്വവുമായുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും അത് മുൻകൂട്ടി തീരുമാനിച്ച ഒരു സന്ദർശനമായിരുന്നു. പക്ഷേ ആ സന്ദർശനത്തിൽ ഇടയ്ക്ക് വെച്ച് ആ സന്ദർശനം അവർ അവസാനിപ്പിച്ച് തിരിച്ചു പോരുകയും ചെയ്തതോടുകൂടിയാണ് ഈ സമരം ഈ ദിശയിലേക്ക് വളർന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ചൈനയുടെ പിന്തുണ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയ ഹസീനയുടെയും അവാമി ലീഗിന്റെയും എതിരാളികളാണ് സമരം ഘടിപ്പിക്കുന്നത്. അതിന് ഈ സംവരണ പ്രക്ഷോഭം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ നിലപാടുകൂടി 5% കുറച്ചുകൂടി അത് അവിടെ അവസാനിക്കേണ്ടത്. അത് അവിടെ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള കാരണം തന്നെ ഹസീനയ്ക്ക് പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അപ്പോൾ ഈ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ ഉടനീളം ആസൂത്രിതമായ ചില ശ്രമങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് 3-4 പ്രാവശ്യം പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഈ ആസൂത്രകർ? അത് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ഒന്ന്, പാകിസ്ഥാൻ അതിലൊരു താല്പര്യമുണ്ട്, അതേപോലെ ചൈനയ്ക്കും അതിലൊരു താല്പര്യമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി ദക്ഷിണേഷ്യയിലെ ഈ ചെറിയ രാജ്യങ്ങളുടെ വിദേശ നയങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, അവരുടെ സ്ഥാപിത നയങ്ങളിൽ നിന്ന് മാറുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിലാണ്. അത് ചൈനീസ് അനുകൂല നിലപാടെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം സ്വാഭാവികമായി അവർക്ക് ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും അടുപ്പമുള്ള ബന്ധം ഇന്ത്യയുമായിട്ടാണെങ്കിലും ആ ബന്ധം ഉപേക്ഷിച്ച് ചൈനയുമായി ചേരാനും ഇന്ത്യ ഔട്ട് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇന്ത്യക്കെതിരായ നിലപാടുകളിലേക്ക് നീങ്ങാനും ഒക്കെയുള്ള ഒരു പ്രവണത മാലദ്വീപ് പോലുള്ള രാജ്യങ്ങളിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഉണ്ട്. അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ. അവിടുത്തെ സമരം ചെന്ന് അവസാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ സത്യത്തിൽ അത് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ മറ്റൊരു നെറേറ്റീവ് ഉണ്ടല്ലോ, ഈ അമേരിക്കൻ ഹാൻഡ്സ് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത്. അതിനെ എങ്ങനെ കാണുന്നത് മാത്യു? അതാണ് അതിൽ ഒരു പസ്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്നം. അത് ചൈനയുമായി പ്രത്യക്ഷമായ ഒരു വൈരുദ്ധ്യമുള്ള അമേരിക്ക എന്തുകൊണ്ട് ബംഗ്ലാദേശ് ചൈനയുടെ കൈകളിലേക്ക് നീങ്ങുന്നതിനെ അനുകൂലിക്കുന്നു എന്ന് ഒരു വളരെ കൃത്യമായ ഒരു ലീനിയറായി ചിന്തിക്കുമ്പോൾ നമുക്ക് അതങ്ങനെ ഒരു വളരെ വിഷമം പിടിച്ച ഒരു കാര്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുന്നേ ഹസീന തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തുവിട്ടിരുന്നു. അതായത് ഒരു പടിഞ്ഞാറൻ രാജ്യം, ഒരു വെള്ളക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്നുവെന്നും ബംഗ്ലാദേശിന്റെ ഒരു ഭാഗവും മ്യാൻമാറിന്റെ ഒരു ഭാഗവും ചേർത്ത് പുതിയ ഒരു രാഷ്ട്രം രൂപീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലൊരു പ്രസ്താവന അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇൻഡോ പസഫിക് മേഖലയെ കേന്ദ്രീകരിച്ച് ഉള്ള അമേരിക്കൻ ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ആണോ അവർ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണകൂടത്തെ ഒഴിവാക്കാൻ ആഗ്രഹിച്ചത്? അത് ചൈനയുമായിട്ടുള്ള വൈരുദ്ധ്യം നിലനിൽക്കെ തന്നെ അത് മനസ്സിലാക്കാൻ, അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സിദ്ധാന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡോ പസഫിക് മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. സൗത്ത് ചൈന സീ വളരെ ഭരിതമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ചൈനയ്ക്ക് പ്രത്യക്ഷത്തിൽ അത് ഗുണകരമായി തോന്നും എന്ന് വരികിലും മറ്റൊരു തരത്തിൽ അത് ലോങ് ടേമിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു അഭിപ്രായമോ ഒരു ഭൂഭാഗമോ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ ശ്രമം നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. എന്നെ സംബന്ധിച്ച് ആ ഒരു പ്രകടമായ വൈരുദ്ധ്യം, പ്രത്യക്ഷ വൈരുദ്ധ്യം ഒരു പ്രധാന വൈരുദ്ധ്യമായി തോന്നുന്നില്ല. കാരണം അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും അമേരിക്കൻ വിദേശ നയത്തിന്റെയും ഒരു പൊതുവായ രീതി അതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരേ സമയം അഫ്ഗാനിസ്ഥാനിൽ താലിബാനെതിരെ പോരടിക്കുമ്പോഴും താലിബാനെ സഹായിക്കുന്ന പാകിസ്ഥാനുമായി സഹകരിക്കാനും അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ ഫോറിൻ പോളിസിയിൽ ഇതൊരു പ്രശ്നമല്ല. അവർക്ക് അവരുടെ ലോങ് ടൈമിലുള്ള ചില കണക്കൂട്ടലുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ചെറിയ ചെറിയ താൽക്കാലിക കീഴടങ്ങലുകളെ അവർക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ. മുൻ വിദേശകാര്യ സെക്രട്ടറി ശ്യാം സരൺ എഴുതിയ ലേഖനം വായിക്കുമായിരുന്നു ബംഗ്ലാദേശ് പ്രശ്നത്തിന്റെ. അത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ശ്യാം സരൺ പറയുന്നത് ഒരു ജനകീയ സമരം വിജയിച്ച ഒരു അന്തരീക്ഷം ബംഗ്ലാദേശിൽ നിലവിലുണ്ടെന്നും ആ വിജയ അന്തരീക്ഷത്തിന്റെ കൂടെ നിൽക്കുവാൻ ഒരു അയൽ രാജ്യമായ ഇന്ത്യക്ക് കടപ്പാടുണ്ടെന്നും ഒരു വാചകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താണ്? ഞാൻ അങ്ങനെ ഒരു വാചകം പ്രതീക്ഷിച്ചിരുന്നതല്ല ശ്യാം സരന്റെ കയ്യിൽ നിന്ന്, പക്ഷെ എഴുതിയിട്ടുണ്ട്. ശ്യാം സരന്റെ ആ വാചകം ഇന്ത്യയുടെ വിദേശ നയത്തെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ സൂചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ, സൗത്ത് ഏഷ്യ മേഖലയിൽ, ദക്ഷിണേഷ്യ മേഖലയിൽ, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത രാജ്യങ്ങളിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു ഭരണകൂടമോ ജനവികാരമോ പൗരസമൂഹ വികാരമോ ഉണ്ടാകുന്നതിൽ നാം വിജയിക്കുന്നില്ല എന്നുള്ള ഒരു ആധിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു വിചാരമാണത്.
അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. ഇന്ന് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അത് അവിടെ നടക്കുന്ന ആഘോഷങ്ങളുടെ ഒക്കെ ഒരു സ്വഭാവം, തെരുവുകളിൽ നടക്കുന്ന ആഘോഷങ്ങൾ, അതുപോലെ ചെറുപ്പക്കാര് വളരെ സംഘമായി പുറത്തേക്ക് വരികയും വളരെ ഔത്സുക്യത്തോടെ പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും മുന്നിൽ സംസാരിക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നിശ്ചയമായും ഒരു പുതിയ ജനറേഷൻ എങ്ങനെ ബംഗ്ലാദേശിനെ പുതിയ തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിൽ നമുക്കതിനെ കാണാവുന്നതാണ്. പക്ഷേ ചരിത്ര നിരപേക്ഷമായി ഇത്തരം കാര്യങ്ങളെ കാണരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു സമയത്ത് ആ ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് നേതൃത്വം വഹിച്ച മുജിബുർ റഹ്മാൻ, ഷെയ്ഖ് ഹസീനയുടെ പിതാവ്, അദ്ദേഹം ഒരു ഏകാധിപതിയായി മാറുന്നതും അതേപോലെ പ്രതിപക്ഷ കക്ഷികളെ ഇല്ലാതാക്കുന്നതും രാജ്യം ഒരൊറ്റ കക്ഷി മാത്രം ഭരിച്ചാൽ മതിയാകും എന്നുള്ള നിഗമനത്തിലെത്തുന്നു നമ്മൾ കണ്ടതാണ്. 75-ൽ അതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു രാഷ്ട്രീയമായ വ്യത്യാസം അദ്ദേഹത്തിന് സമീപനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും നിർഭാഗ്യകരമായ ഒരു അന്ത്യം ഉണ്ടായത്. തുടർന്നും ബംഗ്ലാദേശിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഈ ഏകാധിപത്യവും പട്ടാള ഭരണവും ഒക്കെ ചേർന്ന ഒരു രാഷ്ട്രീയ ഘടനയാണ് അതിന്റെ ഒരു സ്വാഭാവികമായ തുടർച്ചയാണ് അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് ഹസീന നടത്തുന്നത്. അത് ഷെയ്ഖ് ഹസീനയുടെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക തരം ഏകാധിപത്യ സ്വഭാവത്തിന്റെ പ്രകടനമായിട്ട് കാണുന്നതിലും നല്ലത് അത് ബംഗ്ലാദേശിന്റെ പൊതു രാഷ്ട്രീയ ഘടനയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള പരിണതിയായി കാണുന്നതായിരിക്കും. പക്ഷേ എല്ലാ കാലത്തും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ശ്യാം സരൺ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇത് ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ്. അവാമി ലീഗാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നത്. എല്ലാ കാലത്തും അത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഹസീനയുടെ നേതൃത്വത്തിന്റെ കീഴിൽ അവാമി ലീഗിനോടും കൃത്യമായി ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ ഇന്ന് ആ സ്ഥിതി മാറിയോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ട്. മാത്രമല്ല, ബംഗ്ലാദേശിൽ മാത്രമല്ല, നേപ്പാളിലും അതേപോലെ മാലദ്വീപ്സിലും ശ്രീലങ്കയിലുമെല്ലാം ഇന്ത്യയുടെ സ്വാധീനം കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി എലീറ്റിൽ വളരെ ഗൗരവതരമായിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു പ്രകടനമായിട്ട് അതിനെ വായിക്കാനാണ് എനിക്ക് ഇഷ്ടം. അല്ല, അപ്പൊ ഈ ഇന്ത്യയുടെ ഉടൻ പരിസരങ്ങളിലുള്ള രാജ്യങ്ങളുടെ പൗരസമൂഹവുമായിട്ടും ഭരണാധികാരവുമായിട്ടും അവിടുത്തെ മിലിറ്ററി ആയിട്ടും ഒക്കെ ഒരു അകൽച്ച ഉണ്ടാകുന്നത് അതൊരു സമീപകാല സംഭവ വികാസമാണോ? അതായത് നമുക്ക് എണ്ണി പറയാം, എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അകന്നു പോകുന്നു എന്നുള്ളത്. ഇത് തിരിച്ചറിയുവാനും ഇത് കറക്റ്റ് ചെയ്യുവാനുമുള്ള ഒരു ശേഷി ഇല്ല, അതോ അത് വേണ്ട, ഇങ്ങനൊരു സംഘർഷം നിലനിൽക്കട്ടെ എന്നുള്ളതാണോ വിദേശ വകുപ്പിന്റെയും ഇന്ത്യൻ ഭരണാധികാരികളുടെയൊക്കെ? പരിപൂർണമായും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, ഈ ചെറിയ രാജ്യങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഏജൻസി ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം. അതെ, അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിവിധ ആക്ടേഴ്സ് ഉണ്ട്. ആ ആക്ടേഴ്സ് എല്ലാം വളരെ കൃത്യമായ പ്രത്യയശാസ്ത്ര നിലപാടുള്ളവരാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ രാജ്യങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചിത്രം തെളിഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആധിപത്യ പ്രവണതയോടുകൂടി സ്വാഭാവികമായി ഏറ്റവും വലിയ ലാൻഡ് മാസ് ആണ് ദക്ഷിണേഷ്യയിൽ തങ്ങൾ എന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ട് ഈ ചെറിയ രാജ്യങ്ങളോട് ഒരു രാഷ്ട്രീയ സമീപനം വിദേശകാര്യ മണ്ഡലത്തിൽ സ്വീകരിച്ചു. അത് ഇപ്പോഴത്തെ കാലത്ത് ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് അത് കാര്യമായി വിലപ്പോകുന്ന ഒന്നല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ലാൻഡ് ലോക്ഡ് സ്റ്റേറ്റ്സ്, ഉദാഹരണത്തിന് ഭൂട്ടാനും നേപ്പാളും ഒക്കെ ലാൻഡ് ലോക്ഡ് സ്റ്റേറ്റ്സ് ആണ്. പക്ഷേ ആ ലാൻഡ് ലോക്ഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഇന്ന് ദുർബലമായി വരികയാണ്. അതൊരു ബ്രിഡ്ജായി മാറാനുള്ള ഒരു സാധ്യത. ഇപ്പോൾ ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഒരു പാലമായി നേപ്പാളിന് പ്രവർത്തിക്കാൻ കഴിയും, ഭൂട്ടാൻ പ്രവർത്തിക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് ലാൻഡ് ലിങ്ക് എന്നുള്ള ആ രീതിയിലേക്കാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയ രാജ്യങ്ങളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലുള്ള വിവിധ ആക്ടേഴ്സ് അവരുടെ പൊളിറ്റിക്കൽ ഏജൻസിയെ പൂർണ്ണമായി നിയന്ത്രിക്കാം എന്ന് നാം കരുതരുത്. അതൊന്ന്. രണ്ടാമത്, ചൈനയ്ക്ക് ഈ മേഖലയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ചെറുക്കാവതല്ല. ഒന്ന്, അവരുടെ സാമ്പത്തിക ശേഷി,
ആ രാജ്യത്തിന് ഇപ്പോൾ കൈവന്നിരിക്കുന്ന അന്തർദേശീയ രാഷ്ട്രീയത്തിൽ കൈവന്നിരിക്കുന്ന പ്രാധാന്യം, ആ ഒരു ലോകത്തിലെ മറ്റൊരു പുതിയ ശീതയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഒരു വശത്ത് ചൈനയും മറ്റൊരു വശത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ശക്തികളുമായിരിക്കും എന്നുള്ളത് ഏകദേശം വ്യക്തമായ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രസക്തിയും പ്രാധാന്യവും ചൈനയ്ക്ക് കൈവരുന്നുണ്ട്. അത് മാത്രമല്ല, ചൈന കൈയഴിച്ച് നൽകാൻ തയ്യാറുള്ള സാമ്പത്തിക സഹായം ഈ ചെറിയ രാജ്യങ്ങളിൽ, ഇന്ത്യക്ക് ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ എലീറ്റിനെ പലതരത്തിലും സ്വാധീനിക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം നിൽക്കെ പരിപൂർണമായി നമ്മുടെ രാഷ്ട്രത്തിന്റെ നേതാക്കന്മാർ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളിൽ വ്യത്യാസം വരുത്തിയതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായിട്ട് അതിനെ കാണരുത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം മാലദ്വീപാണ്. മാലദ്വീപിൽ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന മുയ്സു, അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ ഇന്ത്യ പുറത്താക്കുക എന്നുള്ളതായി. കുറച്ച് പട്ടാളക്കാര് അവിടെ ഉണ്ട്. അത് മറ്റ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതും അവിടെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ ശ്രദ്ധിക്കാനും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായത്തിനും നിൽക്കുന്നവരാണ്. അവരെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ പോയിന്റ് അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന നിലയിലേക്ക് അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയം മാറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെറിയ രാജ്യങ്ങളുടെ രാഷ്ട്രീയ ഘടനയും അവയിലെ എന്താ പറയുക, അവർക്ക് ആ രാഷ്ട്രീയ ഘടനയ്ക്കുള്ളിലുള്ള മാറ്റങ്ങളെയും നമ്മൾ മനസ്സിലാക്കിയതിനുള്ള പരിമിതിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ സ്വാഭാവികമായി ഇന്ത്യ വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഈ മേഖലയിൽ എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ ആധിപത്യം ഉണ്ടാകും എന്നൊരു പെർസെപ്ഷൻ എല്ലാ കാലത്തും ഈ ചെറിയ രാജ്യങ്ങൾക്ക് ഉണ്ടാകും. അതിനെ കുറച്ചുകൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം ദേശീയ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ട്. അത് വേണ്ടവണ്ണം ചെയ്യണം. ഒപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പരിപൂർണമായ നിയന്ത്രണത്തിനല്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും നമുക്ക് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വലിയ സാമൂഹ്യ വിപ്ലവങ്ങൾ വരുമ്പോൾ, വലിയ മാറ്റം വരുമ്പോഴാണ് അതിനും തൊട്ടു മുമ്പിലുള്ള ഭരണാധികാരികളുടെ പ്രതിമകൾ ഇങ്ങനെ തച്ചുടയ്ക്കപ്പെടുക എന്ന് പറയുന്നത് നടക്കുന്നത്. മാത്യുവും ഞാനും നമ്മളൊക്കെ കൗമാരത്തിൽ ആയിരുന്ന സമയത്ത് ഉണ്ടായ ഒരു രാഷ്ട്രമാണ് ഈ ബംഗ്ലാദേശ്. പക്ഷേ ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരും ജനിച്ചിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുജീബുർ റഹ്മാൻ എന്ന് പറയുന്നത് അവരുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ പ്രതിമ, ഢാക്ക നഗരത്തിലുള്ള പ്രതിമകൾ വലിയ JCB ഒക്കെ വന്ന് അടിച്ചു തകർക്കുന്നത് കാണുമ്പോൾ അത് ബംഗ്ലാദേശ് സമൂഹത്തിൽ ഇതിനു മുമ്പ് എത്രയോ പട്ടാള ഭരണങ്ങൾ വന്നു, എത്രയോ മുജീബുർ റഹ്മാൻ തന്നെ കൊല്ലപ്പെട്ടു. അതിനുശേഷം അവാമി ലീഗ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വന്നു. ആ സമയങ്ങളിലൊന്നും അവർ ഫാദർ ഓഫ് ദ നേഷൻ എന്നുള്ള രീതിയിലുള്ള പരിഗണന മറന്നിരുന്നില്ല. പക്ഷേ ഈ സാമൂഹ്യ പ്രക്ഷോഭം അത് മറന്നോ, അതോ ആ സാമൂഹ്യ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ചില ആളുകൾ അങ്ങനെ ചെയ്തിരിക്കാനാണോ സാധ്യത? എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. രണ്ട് തരത്തിൽ അതിനെ കാണാവുന്നതാണ്. ഒന്ന്, ഈ 15 വർഷം നീണ്ട ഭരണത്തിന്റെ ഒരു സ്വാഭാവിക, കാരണം ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് മുജീബുർ റഹ്മാൻ. ഷെയ്ഖ് ഹസീന നാട് വിട്ടുപോയി. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ ഉദാഹരണത്തിന് അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറിയ ജനത്തിന്റെ മുന്നിൽ ഷെയ്ഖ് ഹസീന പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സംഗതി എന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അപ്പൊ അത്തരത്തിലുള്ള ഒരു കടുത്ത ദേഷ്യം ഒരുപക്ഷെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാം. പക്ഷെ അത് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുജീബുർ റഹ്മാന്റെ പൈതൃകം, അവാമി ലീഗിന്റെ പൈതൃകം ഒരു സെക്കുലർ നാഷണലിസത്തിന്റെ പൈതൃകമാണ്. അതെ, ആ സെക്കുലർ നാഷണലിസത്തിന്റെ പൈതൃകത്തെ പരിപൂർണമായി തമസ്കരിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറെ നാളുകളായി ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന വലതുപക്ഷ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചേർന്നിട്ടുള്ള ഐക്യവും വലതുപക്ഷ ശക്തികളും എല്ലാം വളരെ കൃത്യമായി ഈ ഒരു പാരമ്പര്യത്തെ, ബംഗ്ലാദേശി ദേശീയവാദത്തിന്റെ സെക്കുലർ ആയിട്ടുള്ള അടിത്തറയെ വളരെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ഗോപാലകൃഷ്ണൻ പറയുന്ന ഈ തലമുറ, അതായത് 1990-കളിൽ ജനിച്ച തലമുറയാണ്, 90-കളുടെ അവസാനമൊക്കെ ജനിച്ച കുട്ടികളാണ് ഈ സമരത്തിന് നേതൃത്വത്തിലുള്ളത്. അവർ വളർന്നു വരുന്ന ഘട്ടത്തിൽ സമൂഹത്തിൽ പൊതുവെ വേര് പിടിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്താഗതി ഈ ദേശീയവാദത്തിന്റെ സെക്കുലർ അടിസ്ഥാനത്തിൽ നിഷേധിക്കുന്ന തരത്തിലുള്ളതായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്ര വേഗം, വളരെ ആസൂത്രിതമാണ് അത്. ഒരേ ഇത് ഇനി നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ JCB എല്ലാം വന്നിട്ട് ഈ പറയുന്ന
വലിയ പ്രതിഭകൾ വലിച്ചു താഴിടാൻ കഴിയുന്നത് ഒക്കെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു അതെ. സ്വാഭാവിക പ്രതികരണമൊന്നുമല്ല. അത് വളരെ ആസൂത്രിതമായി അത് ലോകത്തിന് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അത് ലോകത്തിന് മുന്നിൽ വലിയ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. അതായത് ബംഗ്ലാദേശ് അതിന്റെ സെക്കുലർ പാരമ്പര്യത്തെ, സെക്കുലർ ദേശീയവാദത്തിന്റെ പാരമ്പര്യത്തെ പരിപൂർണമായി തള്ളിക്കളയുന്നു പുതിയ തലമുറ ഒരു മെസ്സേജ് നൽകുക എന്നുള്ള ഉദ്ദേശമാണ് അതിന്റെ പിന്നിലുള്ളത്. അത് ആസൂത്രിതമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതീവ അതീവ ക്ലാരിറ്റിയോടുകൂടിയാണ് പ്രൊഫസർ മാത്യു ജോസഫ് ഈ ബംഗ്ലാദേശ് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് നോ വേർഡ്സ് ടു താങ്ക് യു. വളരെ ക്ലാരിറ്റി ഈ പ്രശ്നങ്ങൾക്ക് തരാൻ മാത്യുവിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ സമരത്തിൻ്റെ ഭാഗം മാറ്റി വെച്ചിട്ട് ഇവരുടെ സാമ്പത്തിക വശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഇൻഫ്ലേഷൻ, അവിടുത്തെ തൊഴിലില്ലായ്മ, അത്തരം കാര്യങ്ങളിലുള്ള ഒരു ഭരണാധികാരിയുടെ പരാജയം കൂടി ഒരു കാരണമല്ലേ ഇത്ര വലിയ ജനപ്രതിഷേധത്തിന്? കഴിഞ്ഞ 15 വർഷക്കാലത്ത് അല്ലെങ്കിൽ 20 വർഷക്കാലത്തെ ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിച്ചാൽ ബംഗ്ലാദേശിന്റെ പല സൂചികകളും വളരെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടമാണ്. അതെ. ബംഗ്ലാദേശ് നമ്മൾ ബംഗ്ലാദേശിനെ കുറിച്ച് സാധാരണ നമ്മുടെ മനസ്സിലുള്ള ചിത്രം ഒരു പരമദരിദ്ര രാജ്യത്തിൻ്റെതാണ്. അതിൽ നിന്നും ബംഗ്ലാദേശ് വളരെ മാറി പല കാര്യങ്ങളിലും സമീപ രാജ്യങ്ങളെ അതിലംഘിക്കുന്ന തരത്തിൽ അതിന്റെ സൂചികകൾ ഉയർന്നു എന്ന നിലയിലേക്ക് ഈ കഴിഞ്ഞ 20 വർഷക്കാലത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. അത് ഈ ഹസീനയുടെ ഭരണകാലത്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം പരിപൂർണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്, കോവിഡ് ഇത്തരം രാജ്യങ്ങൾ, അതായത് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഘടനയ്ക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. അത് നമ്മൾ ശ്രീലങ്കയിൽ കണ്ടതാണ്. ശ്രീലങ്കയിലെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭം ഇതിന് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്. അവിടെ പ്രതിമകളൊന്നും വലിച്ചു താഴെ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാജപാക്സയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകളെല്ലാം കത്തിക്കുകയും അവിടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ കയറുകയും, ഇത് എന്താണോ ഡാക്കയിലെ ഔദ്യോഗിക വസതിയിൽ ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായത് അതിന് സമാനമായിട്ടുള്ള ഒന്നാണ്. ആ ദൃശ്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിന് പ്രത്യക്ഷമായ കാരണം അവിടുത്തെ സാമ്പത്തിക ഘടന തകർക്കുന്നതിൽ കോവിഡ് വഹിച്ച പങ്കാണ്. ബംഗ്ലാദേശിൽ അത് ഒരു അല്പം കൂടെ താമസിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഈ സവർണ വിരുദ്ധ പ്രക്ഷോഭം ഉയർന്നു വരാനുള്ള ഒരു കാരണം തന്നെ തൊഴിലില്ലായ്മയാണ്. അത് കോവിഡ് സൃഷ്ടിച്ച ഒരു സാമ്പത്തിക ആഘാതത്തിൽ നിന്നും ഒരു പരിധി വരെ ഉയർന്നു വന്നതാണത്. അപ്പൊ അതിനെ ചെറുക്കാൻ ഹസീനയ്ക്ക് കഴിഞ്ഞില്ല. ഹസീനയ്ക്ക് ഒരുപക്ഷെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം കഴിയാൻ. എന്തായാലും അത് 2 വർഷം താമസിച്ചു. ശ്രീലങ്കയിൽ ഉണ്ടതിൽ നിന്ന് 2 വർഷം താമസിച്ചു. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നു. അത് വളരെ സാമ്പത്തിക മാത്രവാദപരമായിട്ട് അതിനെ കാണുമ്പോൾ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിപൂർണമായും സെക്കുലർ ആയിട്ടുള്ള ഒരു ദേശീയവാദത്തെ പ്രത്യേകിച്ച് ഈ മേഖലയിൽ അത് അണ്ടർമൈൻ ചെയ്യാനായിട്ടുള്ള ആസൂത്രിതമായ ഒരു ശ്രമം എവിടെയോ നടക്കുന്നുണ്ട്. അതിന് ബംഗ്ലാദേശ് ഒരു അരങ്ങായി മാറുകയാണ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് മാത്യു പറഞ്ഞത് സെക്യുലർ നാഷണലിസം ആയിരുന്നു അവാമി ലീഗും ഷെയ്ഖ് മുജീബുർ റഹ്മാനും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നത്. അതിനെ അട്ടിമറിക്കുവാനുള്ള ആസൂത്രിത ശ്രമം കുറെ നാളുകളായി പ്രബലമായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശിന്റെ അയൽ രാജ്യമായ ഇന്ത്യയിലും കഴിഞ്ഞ കുറെ നാളുകളായി ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമമാണ് ഈ സെക്യുലർ നറേറ്റീവിനെ നിരാകരിക്കുക എന്നുള്ളത്. ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ത്യൻ ജനതയെയും ഇന്ത്യൻ ജനാധിപത്യത്തെ കാണുന്ന രീതിയെ കുറിച്ചുമൊക്കെ മാത്യു ജോസഫ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ബംഗ്ലാദേശിന്റെ അനുഭവത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഈ സമീപ രാജ്യങ്ങളുടെ ദക്ഷിണേഷ്യ മേഖലയുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സംഗതി, സെക്കുലർ നാഷണലിസത്തിനാണ് ഇൻക്ലൂസീവായ ഒരു നാഷണലിസമായി നിലനിൽക്കാൻ കഴിവുള്ളത്. മറ്റൊന്നിനും ഒരു ഇൻക്ലൂസീവായ നാഷണലിസമായി എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു ബഹുസ്വര രാഷ്ട്രത്തെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ദേശീയവാദമായി നിലനിൽക്കാനുള്ള ശേഷി മറ്റൊരു തരം ദേശീയവാദത്തിനുമില്ല. അത് വംശീയ ദേശീയതയായാലും മതാത്മക ദേശീയതയായാലും എല്ലാം സെക്കുലർ നാഷണലിസത്തിന്റെ ഈ കഴിവിന് മുന്നിൽ നിശ്ചയമായും അടുത്തു നിൽക്കാൻ പോലും ശേഷിയുള്ളതല്ല എന്നുള്ളത് നമ്മുടെ മേഖലയുടെ തന്നെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. അതല്ലെങ്കിൽ ലോകത്തിലാകെയുള്ള പല രാഷ്ട്രങ്ങളിലെയും ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ സെക്കുലർ നാഷണലിസം
മതേതര ദേശീയവാദത്തെ സംരക്ഷിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബാധ്യത നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലെയും പൗരസമൂഹങ്ങൾക്കാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ ഉള്ളത് എന്നുള്ളതും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കിഴക്കൻ പാകിസ്ഥാനായിട്ട് തുടരാൻ താല്പര്യമുള്ള ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? അവിടെ ഈ 1971 ബംഗ്ലാദേശായി മാറുന്ന വലിയ സമരം നടക്കുന്ന സന്ദർഭത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോരാൻ താല്പര്യമില്ലാത്തൊരു വലിയ വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അന്ന്. അതുകൊണ്ടാണ് ഈ റസാക്കർ എന്ന് പറയുന്ന പദപ്രയോഗം ഷെയ്ഖ് ഹസീന ഉപയോഗിച്ചത് അതിന്റെ ഭാഗമായിട്ട്. അത് അവിടുത്തെ വലതുപക്ഷ ശക്തികളാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിക നിലപാട് സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ അതിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ടായിരുന്നു. അവർ പാകിസ്ഥാൻ വിഭജിക്കുന്നതിനെതിരായിരുന്നു. ബംഗ്ലാദേശ് ഒരു പ്രത്യേക രാഷ്ട്രമായി മാറുന്നതിന് അവർ അനുകൂലമായിരുന്നില്ല. കാരണം ദേശീയവാദവും അവരുടെ നിലപാടുകളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അതിന്റെ അടിസ്ഥാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ നിലപാട് അന്ന് അവർ സ്വീകരിച്ചിരിക്കുന്നു. ആ ഒരു ധാര വളരെ സജീവമാണ് ബംഗ്ലാദേശിൽ. ഞാനതാണ് സൂചിപ്പിച്ചത്. അപ്പൊ ഈ സെക്കുലറായ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാഷ്ട്രം നിലനിൽക്കുന്നത് സെക്കുലർ ദേശീയവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ സെക്കുലർ ദേശീയവാദത്തെ അണ്ടർമൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ, അതിനെ തമസ്കരിക്കാൻ കഴിഞ്ഞാൽ, അതിനെ തിരസ്കരിക്കാൻ കഴിഞ്ഞാൽ, പിന്നെ ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ വിമോചനം എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പ്രക്രിയ വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ ആയിരുന്നു. അതിനൊരു അർത്ഥമില്ലാതായി മാറും. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്ക് ബംഗ്ലാദേശിന്റെ പൊതുമണ്ഡലത്തിലെ ഒരു വലിയ സംസാര വിഷയവും ചർച്ചാ വിഷയവുമാണ്. സമാധാന മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അതിന്റെ ഒരു കൃത്യമായ അനുരണനം ഈ സമരത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ ഒരു അനുമാനം അനുസരിച്ച് താൽക്കാലികമായിട്ടാണെങ്കിലും ഈ സെക്കുലർ ദേശീയവാദത്തെ അണ്ടർമൈൻ ചെയ്യുന്ന ശക്തികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുക. അതിനനുസരിച്ച് ബംഗ്ലാദേശിന്റെ പൊതു സമൂഹത്തോട് ഒരു സംവാദത്തിൽ ഏർപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള അയൽ രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാവുന്നത്. അതീവ ലളിതമായി അതിസങ്കീർണമായ ഒരു വിഷയം, ഒരു അയൽ രാജ്യത്തിൻ്റെ സമൂഹത്തിൽ നടക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് വിശദമാക്കിയതിൽ ഐ എം താങ്ക്ഫുൾ ടു യു. ഞാൻ ദില്ലി ദാലിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഐ എം താങ്കിങ് യു ആൻഡ് ഐ എം താങ്കിങ് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം ഫോർ ദില്ലി ദാലി. താങ്ക് യു മാത്യു. നന്ദി ഗോപാലകൃഷ്ണൻ.